എല്ലാവർക്കും യു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഉദയംപേരൂർ നടക്കാവ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്, ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിന് ചുറ്റും പുറകിലെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ആ ബസ് സ്റ്റോപ്പിന് താഴെ, കാത്തിരിപ്പ് കേന്ദ്രത്തിന് താഴെ മാളത്തിൽ ഒരു മൂർഖം പാമ്പ് അവിടെ വന്നു കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരും അതുപോലെ ബസ്സിലെ യാത്രക്കാരെല്ലാം നോക്കിയപ്പോൾ ആ പാമ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ വീഡിയോ എടുക്കുവാൻ വേണ്ടി നോക്കി നിന്നപ്പോൾ അത് ആ മാളത്തിനകത്തേക്ക് പോയി. പിന്നെയും ഇടയ്ക്ക് തലമുക്കി അത് വരുന്നൊരു കാഴ്ച അവിടെ കണ്ടിരുന്നു. യു വാർത്ത ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം SNDP സ്കൂള് കഴിഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വൈകുന്നേര സമയങ്ങളിലെല്ലാം ബസ് കയറാൻ വന്നിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണത്. അതുപോലെ ഒട്ടനവധി യാത്രക്കാർ, അമ്പലത്തിലേക്ക് പോകുന്നവർ, അങ്ങനെ പിറവ സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ വന്നിറങ്ങുന്ന ഒരു തിരക്കുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിന്റെ താഴെയാണ് ഈ മൂർഖൻ പാമ്പ് ആ മാളത്തിൽ ഇരിക്കുന്നത്. ആ ചുറ്റുമുള്ള കാട് പിടിച്ച് കിടക്കുകയാണ് ആ പുറയിലെ പറമ്പ്. രാവിലെ കുട്ടികളൊക്കെ ആ പുറയിലെ പറമ്പിലൊക്കെ കളിക്കാനെല്ലാം രാവിലെ വരുന്നതാണ്. അവിടെ exercise ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. നിൽക്കുന്ന സ്റ്റാൻഡിന്റെ അടിയിൽ ഒരു പാമ്പ് അടിയിൽ ഇരിപ്പുണ്ട്. ബസ് സ്റ്റോപ്പിന്റെ അടിയിലാണോ? ബസ് സ്റ്റോപ്പിന്റെ അടിയിൽ പിള്ളേര് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒത്തിരി പിള്ളേരുകളും വന്ന് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് കിടക്കണതാണ്. പടിഞ്ഞോട്ട് കിടക്കും, കിഴക്കോട്ട് കിടക്കും. ആ ചെയ്യുന്നുണ്ട് പാമ്പ് അതിന്റെ താഴേക്ക് ഇരിക്കുക. മൂർഖൻ പാമ്പ്. ഞാനത് ആ മൂർഖന്റെ ഇത് ഇട്ടിട്ടുണ്ട്. മൂർഖൻ പാമ്പിനെ കണ്ടാണോ? എവിടെ ഇതിന്റെ ഇടയില ദാഹമുള്ളല്ലേ? വലിയ മൂർഖനായിരുന്നു ആണല്ലേ? അപ്പോൾ വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ മാളത്തിരിക്കുന്ന പാമ്പ് തലയിട്ട് ഇരിക്കുന്നതായിരിക്കാം. പക്ഷെ ഇതല്ല ഇവിടുത്തെ വിഷയം. വഴിയാത്രക്കാരെ ആരെങ്കിലും വിഷം തീണ്ടിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് യു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഇന്നത്തെ വാർത്ത ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.